ഞാനും കളിയനും തോട്ടുവരം പോകുന്നേരം തോട്ടു വരമ്പത്തോരു ചക്കത്തുണ്ടം കൊണ്ടേ വന്ന് നെഞ്ചില് മുക്കി തിന്നുന്നേരം വിളക്കത്ത പാത്ത പോലെ എന്റെ മോതിരം വന്നു. പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ പറഞ്ഞൂടെ, ഇല്ലേ പാതിരയ്ക്ക് വന്നിരുന്ന് ചൊറിഞ്ഞൂടെ. അന്ന കത്തിയും വല്യനാടാ കോയിക്കോട്ടെ കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് വന്ന് കെട്ടിട്ട്, കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് പെണ്ണ് കെട്ടിട്ട്. എന്താണ് ഇത്? ആദിവാസി. ആദിവാസി? ഞാൻ ഈ ആദിവാസി സംഗീതത്തിന്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവനെ കൂടി പഠിപ്പിക്കാൻ. എടാ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിൽ അത് കിടക്കില്ല. നിന്നെ വല്ല അകളിയിലും അട്ടപ്പാടിലും വിടേണ്ട സൈസാ. നിൽക്കുന്നൊരു കോലം കണ്ടില്ലേ? മൃഗശാലയിൽ കൂടെ ഒഴുകൊണ്ടത് കേട്ടു. എന്താ അച്ഛന് നോട്ടമുണ്ടോ? രാവിലെ തന്നെ തന്തയ്ക്ക് പാലം വലിക്കുന്നോടാ. അച്ഛൻ കോൺട്രാക്ട് എടുത്ത് പണിഞ്ഞ പാലമാണെങ്കിൽ വലിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണോളൂ. അതെ, അച്ഛന്റെ ഇന്നത്തെ കണി ഏതായാലും മോശ. വന്ന് വീണത് കണ്ടില്ലേ? എടാ, നിന്റെയൊക്കെ തലവട്ടം കണ്ടപ്പോഴേ എനിക്ക് കഷ്ടകാലം തുടങ്ങിയല്ലോ. കഷ്ടകാലോ? വലിയ നിരീശ്വരവാദിയായ അച്ഛനെ ഈ കഷ്ടകാലത്തിലൊക്കെ വിശ്വാസം തുടങ്ങിയല്ലേ? അല്ല, എന്ന് പറഞ്ഞാൽ കഷ്ടകാലം എന്ന് ഞാനോട് പറഞ്ഞതേ ഉള്ളൂ. ആഹാ, അച്ഛനും മക്കളും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ? നീ ഒരുത്തി ഓമാരെ ചീത്തയാക്കിയത്. അച്ഛന്റെ തലയ്ക്കകത്ത് 100 കൂട്ടം പ്രശ്നങ്ങളാ. ഓഫീസിൽ പ്രശ്നം, പണിസ്ഥലത്ത് പ്രശ്നം, അതിനിടെ നിങ്ങളും കൂടെ പ്രശ്നം ഉണ്ടാക്കല്ലേ? ചെന്നാലും കഴിക്കാൻ നോക്ക്. അതെ, പ്രധാന ജോലി ആദ്യം നടക്കട്ടെ. കുട്ടിപ്പിക്കാണ്ടായവന്മാരും. അച്ഛാ, അച്ഛന്റെ ഈ കോൺട്രാക്ട് ബിസിനസ് നേരെ ചൊവ്വേ നടക്കാത്തത് ഞങ്ങൾ ഇവിടെ നിന്ന് പാട്ട് പറഞ്ഞുകൊണ്ടല്ല, ശത്രുക്കളുടെ പാരയാ. പാരയോ? സിംഗപ്പൂരിൽ നിന്ന് മടങ്ങി എത്തിയതിനു ശേഷം അച്ഛൻ സത്യസന്ധമായി ചെയ്ത ഏതെങ്കിലും ഒരു പ്രോജക്ട് ഇവിടെ വിജയിച്ചിട്ടുണ്ടോ? അതാ, അച്ഛൻ ഇവിടെ ഒരു നിലനിൽപ്പുണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് കൃഷ്ണവിഹാറിലെ ശങ്കരപ്പിള്ളയാ. അയാളാണ് അച്ഛന്റെ ഏറ്റവും വലിയ പാരപ്പിള്ള.